നമ്മുടെ മുത്തച്ഛന്മാരൊക്കെ വിശ്വസിച്ചിരുന്നതിൻ്റെ എത്ര ശതമാനം ഇപ്പോൾ നമുക്ക് വിശ്വാസമുണ്ടെന്ന്, ഇനി വരുന്ന തലമുറയ്ക്ക് വിശ്വാസമുണ്ടെന്ന് നമ്മൾ സങ്കടപ്പെടുമ്പോൾ ഓർത്താൽ മതി. ഇങ്ങനെ കൈമാറിക്കൊടുക്കാതെ പോയ ചില നല്ല ശീലങ്ങൾ, വിശ്വാസത്തിൻ്റെ ജീവിത സാക്ഷ്യങ്ങളൊക്കെയാണ് ഇതിനുള്ള കാരണം. എന്തോ നീ തിരഞ്ഞു വന്നു എന്നുള്ള പാട്ട് ഈ കഴിഞ്ഞ മാസത്തിൽ എത്ര വീടുകളിൽ എല്ലാ ദിവസവും പാടിയിട്ടുണ്ടോ? നല്ല മാതാവേ മരിയേ എന്നുള്ള പാട്ട് എത്ര മക്കൾക്ക് ഇപ്പോൾ അറിയാൻ പറ്റുന്നുണ്ടാവും? ജപമാല സമർപ്പണം, അതൊന്ന് കാണാപ്പാഠം പഠിക്കാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. ജപമാല രഹസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പോലും പിടുത്തം കിട്ടിയിട്ടില്ല. ഒത്തിരിയൊക്കെ ഇങ്ങനെ കാണാതെ പ്രാർത്ഥിച്ചിരുന്ന കുടുംബങ്ങളായിരുന്നു നമ്മുടെതെന്ന് അറിയണം. അവിടെയാണ് ഈ ഒരു അഭിപ്രായ ഭിന്നതകൾ വരുന്നത്, ഈ ഒരു പരസ്പരമുള്ള സ്ട്രഗിള് വരണത്, പരസ്പരമുള്ള കലഹങ്ങൾ വരണത്. വലിയ പ്രയാസങ്ങളിലേക്ക് നയിക്കുന്ന വചനം പറയും. എൻ്റെ കർത്താവില് വിശ്വസിക്കുന്നു എന്ന് ഞാൻ ഏറ്റുപറയുമ്പോൾ എന്നെ എതിർക്കാനായിട്ട് മകൻ വരുന്നത്, എന്നെ എതിർക്കാനായിട്ട് പ്രിയപ്പെട്ട ഒരാൾ വരുന്നതെന്ന് ആലോചിച്ചു. അവിടെ കലഹങ്ങളുണ്ട്, അവിടെ വല്ലാത്തൊരു ടെൻഷൻ നിലനിൽക്കും. കുടുംബം സ്വസ്ഥതയിലൊന്നും പോകാൻ പറ്റില്ല. അന്തഃഛിദ്രമുള്ള ഭവനവും നശിച്ചു പോകും. കർത്താവെ, അങ്ങാകുന്ന പാറമേൽ ഞങ്ങളുടെ ഭവനം പണിയപ്പെടട്ടെ. ആ വിശ്വാസം ഞങ്ങൾക്ക് കൈമാറി കിട്ടിയ അതേ വിശ്വാസത്തിൽ എന്നും ഞങ്ങളുടെ തലമുറകൾ നിലനിൽക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി അങ്ങയുടെ തിരുമുൻപിൽ നിന്ന് യാചിക്കാം. ഒരിക്കലും തകർന്നു പോവാത്ത, അകത്ത് അന്തഃഛിദ്രമില്ലാത്ത ഒരു കുടുംബം ഞങ്ങൾക്കായിട്ട് അങ്ങ് ഒരുക്കണമേ. അങ്ങ് തന്നെ അതിൽ വസിച്ച് അങ്ങയോടുള്ള വിശ്വാസത്തിൽ, വിശ്വസ്തതയിൽ ഇങ്ങനെ ഞങ്ങളുടെ തലമുറകൾ നിലനിന്ന് പോകാനുള്ള അനുഗ്രഹം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുട്ടിന്മേൽ നിന്ന് ഈ വലിയ വിശ്വാസത്തിന്റെ, ആഴത്തിലുള്ള വിശ്വാസത്തിൽ ഒരിക്കലും കുറവ് വരാതിരിക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് തമ്പുരാന്റെ ആശീർവാദം